എല്ലാരും ഉത്തരാടപ്പാച്ചിലൊക്കെ തുടങ്ങിയോ? കൊറോണ ആയിട്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ലേ? എന്നാലും ഫ്രണ്ട്സിനൊക്കെ നല്ല ഹാപ്പിയാണ്. ഞങ്ങൾ പൂക്കളിടാൻ പോവാ. പൂക്കളിടുമ്പോഴേക്കും അമ്മ പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പായസം ഉണ്ടാക്കണ എങ്ങനെയാ നോക്കാം. പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. തേങ്ങ ചിരവി 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തു വയ്ക്കണം. അരിപ്പൊടി, ശർക്കരപ്പാനി, വെള്ളം, തേങ്ങാക്കൊത്ത്, ചുക്കുപൊടി, ഉപ്പ്, നല്ല ജീരകം പൊടിച്ചത്, ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി. അതിന് നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. അടയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ അട ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ല, അതിൽ കുറച്ചും കൂടെ ലൂസായിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ. പ്രഥമനുള്ള അട ഉണ്ടാക്കാൻ സാധാരണ ഉണക്കലേരി പൊടിച്ചിട്ട് ആ പൊടി വെച്ചിട്ടാണ് അട ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ പത്തിരിയുടെ പൊടിയില്ലേ, പുട്ടുപൊടിയല്ല, നൈസായിട്ടുള്ള അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. പാക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുന്ന പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പൊടി കുഴക്കാൻ സാധാരണ പച്ചവെള്ളം ഉപയോഗിക്കണം. ഇതിനകത്ത് ഉപ്പ് ചേർക്കുകയൊന്നും ചെയ്തിട്ടില്ല. ചൂടുവെള്ളം ചേർത്ത് കുഴക്കണമെന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കാം, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുത്താൽ മതി. ഇതാണ് അടമാവിൻ്റെ പാകം. അട പരത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പാകമാണത്. അട അണിയുന്നതിൻ്റെ പാകം കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അട പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വാഴയിലേക്ക് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. അട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടത്. നമ്മൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് ഇലയിൽ വെച്ച് പരത്തി കൊടുക്കാം. കുറച്ച് വെള്ളം കൈകൊണ്ട് തൊട്ട് പരത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. പരമാവധി കനം കുറച്ച് പരത്തി കൊടുക്കുക. എത്ര മാക്സിമം കനം കുറക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കാം. കുറച്ച് വെള്ളമുള്ള പോലത്തെ കൺസിസ്റ്റൻസി ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ആ വെള്ളം തൊടുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി ലൂസായി പോവും, അതൊന്നും പ്രശ്നമില്ല. ഇനി ഇല ഒരറ്റത്തുനിന്ന് ചുരുട്ടിയെടുക്കാം. ഇലയുടെ ഏറ്റവും അറ്റത്തേക്കൊക്കെ പരത്താതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഇല മടക്കുമ്പോൾ പുറത്തേക്കൊക്കെ പോകും. വാഴലൊന്ന് വാട്ടിയെടുത്തിട്ട് ചെയ്താലും മതി, അപ്പൊട്ടും പൊട്ടിപ്പോകൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ആ ഫ്ലേവർ ആ ഇടയമേ പിടിച്ചോളൂ. എന്നിട്ട് നമുക്കതൊന്ന് കെട്ടിക്കൊടുക്കാം. അട അണിയുന്നതും കൂടി കാണിച്ചു തരാം. കുറച്ചുകൂടെ വെള്ളം എടുക്കാം. നമുക്ക് ഇഡലി മാവിൻ്റെയും ദോശമാവിൻ്റെയും ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസി. ഒത്തിരി ലൂസാവണ്ട, ഒത്തിരി ടൈറ്റും ആവണ്ട. കൈകൊണ്ട് നമുക്ക് ഒഴിക്കാനും പറ്റണം, എന്നാൽ ഇലയിൽ നിന്ന് ഒലിച്ചു പോകാനും പാടില്ല. ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ടിയിട്ട് നമുക്ക് മാവ് എടുത്ത് കൈകൊണ്ട് ചുമ്മാ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ അങ്ങനെ ആയി കൊടുത്താൽ മതി. അത് പരന്നോളും നമ്മൾ ഇല ചുരുട്ടിയെടുക്കുമ്പോൾ. പാലട ഉണ്ടാക്കുമ്പോൾ അട അണിഞ്ഞെടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അങ്ങനെ അട വെന്ത് വരുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. ഇല മടക്കിയെടുക്കുമ്പോൾ കുറച്ച് പ്രസ് ചെയ്തിട്ട് മടക്കിയെടുക്കുക, എന്നാൽ ആ മാവ് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡായി വരുള്ളൂ. ഇനി സാധാരണ പോലെ തന്നെ കെട്ടിയെടുക്കാം. എല്ലാ അടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാം. ഞാൻ നേരത്തെ തന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളത്തിലോട്ട് വേണം അട ഇടാൻ. ഇല്ലാച്ചാൽ ചൂട് കുറവുള്ളതോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ഇട്ട് കഴിഞ്ഞാൽ ആ മാവ് അങ്ങനെ അതിനകത്ത് വെള്ളത്തിൽ മിക്സായി അങ്ങ് പോവും, ഇലയിൽ നിന്ന് ഒലിച്ച് പോവും. വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അട ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് വീണില്ലെങ്കിൽ ഒരു സൈഡ് ഒന്ന് ആവി കയറുമ്പോൾ ചുരുങ്ങും. അപ്പോൾ നമുക്ക് ഒന്ന് എന്തെങ്കിലും ഒരു തവിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 15 മുതൽ 20 മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം.
അട വെന്ത് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒക്കെ കളറൊക്കെ മാറി കണ്ടോ. ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പച്ചവെള്ളത്തിലോട്ട് വേണം ഇടാൻ. ചൂട് പെട്ടെന്ന് ആറാനും പിന്നെ ഇതിനകത്ത് അരിപ്പൊടിയുടെ എന്തെങ്കിലും പശപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും മാറാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളത്തിലോട്ട് പെട്ടെന്ന് തന്നെ ഇടുന്നത്. അണിഞ്ഞുണ്ടാക്കിയ അട എങ്ങനെയുണ്ടെന്ന് അതിനെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ. അട നന്നായി പരന്നൊക്കെ വന്നിട്ടുണ്ട്. ഇലയിലൊട്ടും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ചുമ്മാ അങ്ങ് ഇട്ട് കൊടുത്താൽ വെള്ളത്തിലോട്ട് അങ്ങ് പോയിക്കോളും. പരത്തുണ്ടാക്കണേക്കാൾ എപ്പോഴും എളുപ്പം അണിയുന്നത് തന്നെയാണ്. കാരണം കൈ കൊണ്ട് ചുമ്മാ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. ഇനി പരത്തുണ്ടാക്കിയിട്ടുള്ള അട കാണിച്ചു തരാം. അത് കുറച്ചും കൂടി കട്ടിയായിരിക്കും. ഇതാ ഇങ്ങനെ ഇരിക്കും. പ്രഥമന് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നാറ് അട പരത്തി ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് ആ അടയൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. ഞാൻ മുമ്പൊക്കെ റെഡിമെയ്ഡ് അട വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലും കുറച്ചുകൂടെ അതിനും പണിയുണ്ട്. കാരണം കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് ഒരുപാട് തവണ കഴുകി ഇതൊക്കെ ഉണ്ടാകുക. അട അണിയുന്ന അല്ലെങ്കിൽ അട പരത്തിയെടുക്കുന്ന ഒരു സമയം മാത്രം മതി. ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള അട മേടിക്കാറ് പോലുമില്ല. ഇത് മൊത്തം മാറ്റിയിട്ട് ഇതിനകത്ത് വല്ല വാഴയുടെ നാരോ ഇനി ഇലയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒന്ന് കഴുകിയെടുക്കാം. ഒരു തവണ കഴുകിയെടുത്തിട്ടുള്ള അടയാണ്. ഇപ്പോൾ അടയുടെ അകത്ത് കണ്ടില്ലേ കുറേ ഇങ്ങനെ ലോങ് ആയിട്ടുള്ള പീസസൊക്കെ ഉണ്ട്. ഇതുപോലെ നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനൊന്ന് കയ്യിലെടുത്തിട്ട് ചുമ്മാ അങ്ങ് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര സിമ്പിളാണെന്ന്. എത്ര വലിപ്പം വേണം അടയ്ക്ക് അതിനനുസരിച്ച് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കുക. പായസം ഉണ്ടാക്കാൻ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്തേലും ചൂട് കട്ടിയുള്ള പാത്രം മതി. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാവുമ്പോൾ അണ്ടിപ്പരിപ്പിട്ടൊന്ന് വറുത്തെടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കാഷ്യൂനട്ട് വറവായതിന് തേങ്ങാക്കൊത്തിട്ടിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. ഉണക്കമുന്തിരി വറുത്ത് മാറ്റാം. ബാക്കിയുള്ള നെയ്യിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അട ഇട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശമൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ നന്നായി വഴറ്റുമ്പോൾ പൊയ്ക്കോളും. അട 3-4 വട്ടം കഴുകി നന്നായി വെള്ളം വാർന്നെടുത്താണ് ചെറിയ തീയിൽ 5 മിനിറ്റ് വഴറ്റുക. നന്നായിട്ട് അടിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ടിങ്ങനെ വരും. ഒട്ടും ഉരുളിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. 5 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. കല്ലും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഉരുക്കിയെടുക്കണമെന്നൊന്നുമില്ല. നേരെ ശർക്കര അങ്ങനെ ഇട്ടാൽ മതി. ഈ ചൂടിൽ കിടന്നിട്ട് അത് ഉരുക്കിക്കോളും. ശർക്കരപ്പാനി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 2-ാം പാലും 3-ാം പാലും ഒരുമിച്ച് ഒഴിച്ചു വെച്ചേക്കുന്നതാണ്. ഇത് 3-ാം പാല് വേറെ 2-ാം പാല് വേറെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 1/2 കിലോ പൊടിക്ക് 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി മധുരം ഇത്ര വേണ്ട വെച്ചാൽ 800 ഗ്രാമൊക്കെ ചേർത്താൽ മതിയാവും. കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. പാലൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്യാം. 1-ാം പാൽ തിളയ്ക്കൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് പായസം ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വന്നോളും. ഇനി കുറച്ച് സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഏലക്കാപ്പൊടി. പൊടികളുടെ അളവുകളും കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ജീരകം പൊടിച്ചത്. നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ചുക്കുപൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.